അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സുകൃതങ്ങൾ അഖിലവും നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ ഗൗരവമായ വശങ്ങളും ചർച്ച ചെയ്തു വരികയാണല്ലോ. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പരിപൂർണമായ രീതിയിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകേണ്ടത് ഇഹ്സാനാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളെ ചുറ്റുമിരുത്തിക്കൊണ്ട് അവിടുന്ന് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അവിടുന്ന് ഇൽമിയായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സദസ്സിലേക്ക് അപ്രതീക്ഷിതമായി ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ഒരു അപരിചിതനായ മനുഷ്യൻ, മുമ്പെങ്ങും അവിടെ കണ്ടിട്ടില്ലാത്ത, ആർക്കും പരിചയമില്ലാത്ത നല്ല ഒരു സുന്ദര രൂപത്തിൽ ഒരു മനുഷ്യൻ ആ സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടിയും പറയുന്നു. ആ കൂട്ടത്തിൽ ഒരു ചോദ്യം ചോദിച്ചു, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ നബിയെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വ ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ നീ ഇബാദത്ത് ചെയ്യലാണ്. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ അള്ളാഹുവിനെ ആരാധിക്കലാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ വിശ്വാസി ഇബാദത്തുകൾ, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് സ്വർഗം നേടാനല്ല, അവിടെയുള്ള സുഖാസ്വാദനങ്ങൾ അനുഭവിക്കാനല്ല. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ കാണുക, അള്ളാഹുവിനെ അറിയൽ എന്ന ഒരു ലക്ഷ്യമായിരിക്കണം യഥാർത്ഥത്തിൽ. പക്ഷേ പലരും ഇബാദത്തുകൾ ചെയ്യുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ, ഖബർ വിശാലമാകാൻ, ഖബറിൽ നല്ല സൗഖ്യമായ ജീവിതം ലഭിക്കാൻ, ആഖിറം വെളിച്ചമാകാൻ, സ്വർഗത്തിലെത്താൻ, ഹിസാബ് എളുപ്പമാകാൻ, മീസാൻ ഖനം തൂങ്ങാൻ, സിറാത്തുൽ മുസ്തഖീം വിട്ടുകടക്കാൻ, അങ്ങനെയൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഇബാദത്ത് എന്ന് ചോദിക്കുമ്പോൾ ഇത്തരം മറുപടികളൊക്കെ പറയുന്ന ആളുകൾ പറയാറില്ല. പൊതുവെ എനിക്ക് എൻ്റെ റബ്ബിനെ സ്വന്തമാക്കാൻ, എനിക്കെൻ്റെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, അള്ളാഹുവിനെ കാണാൻ എന്നാരും പറയാറില്ല. യഥാർത്ഥത്തിൽ അതിനാണ് നമ്മുടെ ഇബാദത്ത്. അള്ളാഹു നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കട്ടെ. നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും മറ്റുള്ള ചിന്തകളാണ്. നമ്മളൊരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും ഒരാൾ ഇത്ര തുക പൈസ, ഒരു 10,000 രൂപ വെച്ച് എല്ലാ ദിവസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അത് കൂടാതെ എല്ലാ ദിവസവും നമ്മൾ വീട് തുറക്കുമ്പോൾ, പ്രഭാതത്തിൽ തന്നെ വീട് തുറക്കുമ്പോൾ വീടിൻ്റെ വരാന്തയിൽ അന്നേ ദിവസം മുഴുവനും ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ, സാമഗ്രികളൊക്കെ ഒരു ചാക്കിലാക്കി പൊതിഞ്ഞ് കവറിലാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. എല്ലാ ദിവസവും ഇത് തന്നെയാണ്, എല്ലാ മാസവും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാ ദിവസവും ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തു തരുന്നു. ഒരു മാസത്തേക്കുള്ള ആഹാരങ്ങളും അതിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടുവരാന്തയിൽ വെച്ച് പോകുന്നു. പക്ഷെ ഇത് ചെയ്യുന്ന ആളെ നമുക്കറിയില്ല. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടായി എന്ന് വെക്കുക. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെ ആകാംക്ഷയുണ്ടാകും, അതാരാണ് എന്നറിയാൻ വേണ്ടി, അദ്ദേഹത്തിന്ന് കാണാൻ വേണ്ടി, അദ്ദേഹത്തോടൊന്ന് നന്ദി പറയാൻ വേണ്ടി വളരെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നമുക്ക് ആകാംക്ഷയുണ്ടാകും. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനെ ഒരു ആകാംക്ഷ നമുക്കുണ്ട് എങ്കിൽ നമ്മൾ ജനിച്ച ആ ഒരു നിമിഷം മുതൽ ഈ
ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം വരെ, ഇനി അങ്ങോട്ടും മരണം വരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തി തരുന്ന, നമുക്ക് വായു തരുന്ന, ഉച്ഛസിക്കാനുള്ള വായു, ശുദ്ധമായ വായു സംവിധാനപ്പെടുത്തി തരുന്ന, നമുക്ക് കുടിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള ഭക്ഷണം തുടങ്ങി ധരിക്കാനുള്ള വസ്ത്രം തുടങ്ങി എല്ലാ സംഗതികളും നമുക്ക് ചെയ്തു തന്ന, ഇരുളിൻ്റെ മറവിൽ നമ്മുടെ കണ്ണുകൾക്ക് മറവിലിരിക്കുന്ന ഒരാളുണ്ട്. അത് റബ്ബുൽ ആലമീനായ പടച്ച റബ്ബാണ്. ആ റബ്ബിനെ കാണാനുള്ള ജിജ്ഞാസ യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവേണ്ടതല്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. കാരണം 2 ദിവസം നമുക്ക് ഹെൽപ്പ് ചെയ്ത, നമ്മൾ മുമ്പിൽ വരാതെ ഹെൽപ്പ് ചെയ്ത ആളെ കാണണമെന്ന് വളരെ സന്തോഷത്തോടെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇത്രയും കാലം ഈ അനുഗ്രഹങ്ങളൊക്കെ ആരുടേതാണ് നമ്മൾ അനുഭവിക്കുന്നത്? അപ്പോൾ ആ അള്ളാഹുവിനെ കാണുക എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടാകേണ്ടത്. പക്ഷെ അതിലേക്കാണോ നമ്മുടെ മനസ്സ് പോകുന്നത് എന്ന് നമ്മൾ സ്വന്തം ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇഹ്സാനാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ചിന്ത മാറിയത് കൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹദി റാബിഅത്തുൽ അദബിയ റളിയല്ലാഹു അൻഹ ഒരു കയ്യിൽ വെള്ളവും മറുകൈയിൽ തീയുമായിട്ട് ഓടുന്നത് കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചു, എവിടേക്കാണ് റാബിഅ ഈ വെള്ളവും തീയും ഒക്കെ ആയിട്ട് ഓടുന്നത്? അപ്പം മഹദി പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള വെള്ളം കൊണ്ട് ഞാൻ നരകം അണച്ചു കളയാൻ പോവുകയാണ്. എൻ്റെ കയ്യിലുള്ള തീ കൊണ്ട് സ്വർഗം ഞാൻ കരിച്ചു കളയാൻ പോവുകയാണ്. എന്തിനെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഇബാദത്ത് ചെയ്യുന്നത് നരകത്തിൽ നിന്ന് കൈച്ചലാകാനും സ്വർഗത്തിൽ എത്തിച്ചേരാനുമാണ്. ആർക്കും അള്ളാഹുവിനെ വേണ്ടാതെ ഇബാദത്ത് എടുത്തിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ആ നരകവും അള്ളാഹുവിൽ നിന്ന് സൃഷ്ടികളെയൊക്കെ അകറ്റി നിർത്തുന്ന ആ നരകവും സ്വർഗവും ഞാൻ കരിച്ചു കളയാൻ പോവുകയാണ്, അത് അണച്ചു കളയാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി അത് വേണ്ട എന്നുള്ള നിലക്ക് ഏറ്റവും വലിയ സൂഫി ചക്രവാളത്തിലെ സൂര്യ തേജസ്സായി വിരാജിക്കുന്ന മഹദി റാബിഅത്തുൽ അദബിയ അവിടുന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ, അവരൊക്കെ പ്രേമിച്ചത് അള്ളാഹുവിനെയാണ്. അവരൊക്കെ ഇബാദത്ത് ചെയ്തത്, അവർക്ക് ഇബാദത്തിൻ്റെ മാധുര്യം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് ഖൽബിൽ അള്ളാഹു ഉള്ളത് കൊണ്ടാണ്. അവർ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് കാണാതെ, അവർ ഖൽബ് കൊണ്ട് കണ്ടാണ് അവർ ഇബാദത്ത് ചെയ്തത്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഈമാനിക ഒരു ഉയർച്ച നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള പരിശ്രമമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഇഹ്സാനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ ആധാരം. അതുണ്ടെങ്കിൽ നമ്മുടെ ഇബാദത്തുകളെല്ലാം ബ്യൂട്ടിഫുൾ ആകും. കാരണം എല്ലാ ഇബാദത്ത് ചെയ്യുമ്പോഴും ഇഹ്സാൻ ഉണ്ടെങ്കിൽ ഇത് അള്ളാഹു കാണുന്നുണ്ട്, നോമ്പെടുക്കുമ്പോൾ ഇത് അള്ളാഹു കാണുന്നുണ്ട് എന്ന ചിന്തയുണ്ടാവണം. നിസ്കരിക്കുമ്പോൾ ഇത് അള്ളാഹു കാണുന്നുണ്ട് എന്ന ചിന്തയുണ്ടെങ്കിൽ നിസ്കാരമായി മാറും. എങ്ങനെയാണോ നിസ്കരിക്കേണ്ടത് അതുപോലെ നിസ്കരിക്കാൻ പറ്റും, കാരണം അള്ളാഹ് കാണുന്നുണ്ടല്ലോ. ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് മായുമ്പോഴാണ് എങ്ങനെയൊക്കെയോ നിസ്കാരം പൂർത്തിയാക്കുന്നത്. ഹജ്ജ് ചെയ്യുമ്പോൾ അള്ളാഹ് കാണുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആത്മാർത്ഥതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ അടിസ്ഥാനപരമായ ഇബാദത്തുകൾ മാത്രമല്ല, എല്ലാ ഇബാദത്തുകൾക്കും നമ്മൾ പ്രാമുഖ്യം നൽകേണ്ടത് ഇഹ്സാനാണ് ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും മുഹ്സിനീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവസാനം ആഖിബത്ത് നന്നാകുന്ന ഫായിസീങ്ങളിൽ, തഖ്വയുടെ ആളുകളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.